ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ വഅസ്ലിഹ് ലനാ ഇലാഹനാ ശഅനനാ കുല്ലഹ് ഫലാ തകിൽനാ ഇലാ അൻഫുസിനാ തർഫത ഐൻ. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഹദീസ് അൽ-ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. വളരെ പ്രസിദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജവാമിഉൽ കലിം, വളരെ കുറച്ചു മാത്രം വാക്കുകളുള്ള, മനപ്പാഠമാക്കാൻ വളരെ എളുപ്പത്തിൽ മനപ്പാഠമാക്കാൻ സാധിക്കുന്ന അങ്ങനെയുള്ളൊരു ഹദീസാണ്. എന്താണ് ആ ഹദീസ്? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു ഖാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. ഒരാളുടെ ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ടതാണ്. നമുക്കറിയാം, ഈമാൻ അത് കൂടും, അത് കുറയും. കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഓരോ ഹൃദയങ്ങളിലുമുള്ള ഈമാനിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കും, അത് കുറയും. എന്നാൽ ഒരാളുടെ പൂർണ്ണമായ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഈമാൻ അത് കരസ്ഥമാക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ് തർക്കുഹു മാ ലാ യഅനീഹി, ഉപകാരമില്ലാത്ത കാര്യങ്ങൾ അവൻ ഉപേക്ഷിക്കുക എന്നത്. ആരാണ് ഉദ്ധരിച്ചത്? റവാഹു തിർമിദി വഗൈറുഹു. ഇമാം തിർമിദി റഹിമഹുല്ലാ ഉദ്ധരിച്ച ഹദീസാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം, ഈ ഹദീസ് ഉദ്ധരിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. ആരാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് ഒന്നും കൂടി ആവർത്തിക്കാം. വളരെ എളുപ്പത്തിൽ മനപ്പാഠമാക്കാൻ സാധിക്കുന്ന സാധാരണക്കാർക്കും വിദ്യാർത്ഥികൾക്കും വളരെ എളുപ്പത്തിൽ മനപ്പാഠമാക്കാൻ സാധിക്കുന്ന ഒരു ഹദീസാണ് ഹദീസു അബീ ഹുറൈറ. ഒന്നും കൂടി ആവർത്തിക്കാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞോളൂ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി റവാഹു തിർമിദി. എന്താണ് ഹദീസിന്റെ അർത്ഥം? നമ്മൾ പറഞ്ഞതുപോലെ ഒരാളുടെ ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ടതാണ്, ഇസ്ലാം നന്നായിട്ടുണ്ട് എന്നതറിയിക്കുന്ന ഒരു കാര്യമാണ് തർക്കുഹു, അവൻ ഉപേക്ഷിക്കുകയാണ്. മാ ലാ യഅനീഹി, അവൻ ഉപകാരമില്ലാത്ത കാര്യങ്ങൾ അവൻ ഉപേക്ഷിക്കുകയാണ്. ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ആരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ ബിൻ സഖർ. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി അൽ യമാനി. എന്താണ് പേര്? അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി അൽ യമാനി. അദ്ദേഹത്തിന്റെ ജാഹിലിയത്തിലെ പേര് അബ്ദുശംസ് എന്നായിരുന്നു, സൂര്യന്റെ അടിമ. അബ്ദുശംസ് ഇബ്നു സഖർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേര് മാറ്റി അബ്ദുറഹ്മാൻ എന്നാക്കി. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അബ്ദുറഹ്മാൻ ഇബ്നു സഖർ. അദ്ദേഹത്തിന്റെ കുനിയത്ത് എന്താണ്? അബ്ദുറഹ്മാൻ ഇബ്നു സഖർ റളിയല്ലാഹു അൻഹു കുനിയത്ത് എന്താണ്? അബൂ ഹുറൈറ. അതെ, അബൂ ഹുറൈറ എന്ന കുനിയത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അബൂ ഹുറൈറ എന്നൊരു കുനിയത്തിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. എന്തുകൊണ്ടാണ് അബൂ ഹുറൈറ? അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ ചെറിയ പൂച്ചയുടെ ഉപ്പ എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് ഈ പേരിൽ അറിയപ്പെട്ടത്? അദ്ദേഹം ധാരാളമായി, അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ പൂച്ച ഉണ്ടായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. ചെറിയ പൂച്ച അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ആരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. കാന അബൂ ഹുറൈറ റജുലൻ ഫഖീറൻ മിൻ അസ്ഹാബി സുഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ താമസിക്കുന്ന ദരിദ്രരായ സഹാബത്തിൽപ്പെട്ടൊരു സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ദാഖൽ ജൂഅ വൽ ഫാഖ, വളരെ അങ്ങേയറ്റം പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം പറയുകയാണ്, ذكر أبو هريرة ما كان من حاله في ذلك الوقت. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു
ദീൻ പഠിക്കുമ്പോൾ ഉണ്ടായ സാഹചര്യം എന്താണ്? ലഖദ് റഅയ്തുനി ഉസ്റഅ ബൈന മിംബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുജറത്തി ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിനും ആയിഷ ബീവിയുടെ വീടിനുമിടയിൽ ഞാൻ ബോധം കെട്ട് വീഴുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫയുഖാൽ മജ്നൂൻ, ഭ്രാന്തൻ, ബുദ്ധിയില്ലാത്ത ആൾ എന്നൊക്കെ ആളുകൾ വിളിക്കും ഇദ്ദേഹത്തെ. വമാ ബി ജുനൂൻ, എന്നാൽ അദ്ദേഹം പറയാൻ എനിക്കൊരു ഭ്രാന്തുമില്ല. വമാ ബി ഇല്ലൽ ജൂ, എനിക്ക് വിശപ്പ് മാത്രമേ ഉള്ളൂ. നോക്കൂ സഹോദരങ്ങളെ, ഹദീസ് പഠിക്കാൻ വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ പഠിക്കാൻ വേണ്ടി വിശപ്പും അങ്ങേറ്റം പ്രയാസവും സഹിച്ച സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഇബാദത്ത് കാന റളിയല്ലാഹു അൻഹു കസീറ الذിക്രി വത്തഅബ്ബുദ്. അദ്ദേഹം ധാരാളമായി ദിക്ർ ചെയ്യുന്ന സഹാബിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇബാദത്ത് അങ്ങേറ്റമായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുകയാണ്, ഇന്നഹു, അദ്ദേഹം പറയുകയാണ്, ഇന്നി ല അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി കുല്ല യൗമിൻ 12000 മറ. ദിവസവും 12000 തവണ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുമായിരുന്നു ഞാൻ എന്ന് പറയുമായിരുന്നു അബൂ ഹുറൈറ. അദ്ദേഹം പറയാനുള്ള കാരണം എന്താണ്? അദ്ദേഹം പറയുകയാണ്, വകാന അലാ ഖദ്രി ദംബി, കാരണം എന്റെ പാപം അത്രത്തോളമുണ്ട്, അത് കാരണത്താലാണ് ഞാൻ ഇത്രയും തവണ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങുന്നത് എന്ന് ഹദീസിനു വേണ്ടി ജീവിച്ച സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, നാം നമ്മുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ നമ്മൾ കൊടുക്കുന്നൊരു സമയം വെറും വെള്ളിയാഴ്ചയിലെ ജുമാ ഖുതുബകൾ മാത്രമാണ്, അല്ലെങ്കിൽ ആഴ്ചയിൽ പോകുന്ന ഒരു ദർസ് മാത്രമാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് വളരെ വിരളമായിട്ടും. എന്നിരിക്കെ നമ്മുടെ അവസ്ഥ എന്താണ്? നാം അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ നാം അള്ളാഹു നമ്മെ സ്വർഗത്തിലാക്കുമെന്ന ഉറച്ച തീരുമാനത്തിൽ ജീവിക്കുന്നത് പോലെയാണ്. നാം നമ്മെ എപ്പോഴും ചിന്തിച്ച് നമ്മുടെ അവസ്ഥ നന്നാക്കാൻ ശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ശിഷ്യനായ അബൂ ഉസ്മാൻ അൻ-നഹ്ദി റഹിമഹുള്ള പറയുകയാണ്, അബൂ ഹുറൈറ ഒരിക്കൽ എന്റെ വീട്ടിൽ അതിഥിയായി വന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഖാദിമും അദ്ദേഹത്തിന്റെ ഭാര്യയും. അവരുടെ ഇബാദത്ത് എങ്ങനെയായിരുന്നു? വംറഅതുഹു വഖാദിമുഹു യതഅഖബൂന അൽ-ലൈല 3, രാത്രിയെ 3ആയി തരംതിരിക്കുമായിരുന്നു. രാത്രിയെ ഇവർ 3ആയി തരംതിരിക്കും. ആ 3 സമയങ്ങളിൽ ഓരോ ആളുകളും എഴുന്നേറ്റ് നമസ്കരിക്കുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു യുസല്ലി ഹാദാ ثم يوقظ الآخر فيصلي. ആദ്യത്തെ ഒരാൾ നമസ്കരിക്കും, അങ്ങനെ അദ്ദേഹം ഉറങ്ങാൻ കിടക്കുമ്പോൾ അടുത്തൊരാൾ നമസ്കരിക്കും, അങ്ങനെ അവസാന സമയമായി കഴിഞ്ഞാൽ മറ്റൊരാളും നമസ്കരിക്കും. ഇങ്ങനെയായിരുന്നു അവരുടെ ഇബാദത്തുകൾ. സഹോദരങ്ങളെ, ഇനി അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഹദീസുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്ത സഹാബികൾപ്പെട്ടതാണ് അൽ മുക്സിറൂന ഫി റിവായത്തിൽ അസർ എന്നറിയപ്പെട്ട സഹാബിയാണ് ആര്? അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ. പേരെന്താ? അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി അൽ-യമാനി. അബ്ദുറഹ്മാൻ ഇബ്ൻ സഖർ അദ്ദൗസി അൽ-യമാനി. അദ്ദേഹം 5000-ൽ പരം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5000-ലേറെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാം. ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിമാരിൽ ഏറ്റവും പ്രമുഖനായ റാവിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേറ്റം പുകഴ്ത്തിയതായി കാണാം. വഖദ് അസ്നാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിർസി അബീ ഹുറൈറ അലാ തലബിൽ ഇൽമി വൽ ഖൈർ. അദ്ദേഹത്തിന്റെ തലബുൽ ഇൽമിനുള്ള താല്പര്യം, ദീൻ പഠിക്കാനുള്ള താല്പര്യത്തെ അങ്ങേയറ്റം പുകഴ്ത്തിയതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാം. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ അസ്അദുൻ നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ താങ്കളുടെ ശഫാഅത്ത് ലഭിക്കുന്ന ആ സൗഭാഗ്യവാൻ ആരാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ظننت يا أبا هريرة ألا يسألني عن هذا الحديث أحد أول منك. എനിക്കറിയാമായിരുന്നു താങ്കളെക്കാളും മുമ്പായി ഈ ഹദീസിനെ കുറിച്ച്, ഈ ഒരു കാര്യത്തെക്കുറിച്ച് മറ്റാരും ചോദിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. കാരണം എന്താണ്? അദ്ദേഹം ദീൻ പഠിക്കാൻ വേണ്ടി അങ്ങേയറ്റം താല്പര്യമായിരുന്നു. സഹോദരങ്ങൾ, ഇതിൽ നമുക്ക് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നാം ദീൻ പഠിക്കുമ്പോൾ ചോദിച്ചുകൊണ്ട്, അറിയാത്ത കാര്യങ്ങൾ പണ്ഡിതന്മാരോടും മതവിദ്യാർത്ഥികളോടും ചോദിച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കണം. നമുക്കറിയാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, കൈഫ തഅല്ലംത,
താങ്കൾ എങ്ങനെയാണ് പഠിച്ചത്? ഇത്രയും അറിവ് താങ്കൾ എങ്ങനെയാണ് ഹബ്റുൽ ഉമ്മ, ഇമാമുൽ മുഫസ്സിരീങ്ങളുടെ ഇമാം എങ്ങനെയായി താങ്കൾ ആയി മാറിയത് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുകയാണ്, ബി ലിസാനിൻ സഊൽ, ധാരാളമായി ചോദിക്കുന്ന നാവും, വബി ഖൽബിൻ അഖൂൽ, ധാരാളമായി ചിന്തിക്കുന്ന ഖൽബും. അങ്ങനെയായിരുന്നു മതവിദ്യാർത്ഥികൾ, അങ്ങനെയായിരുന്നു നമ്മുടെ മുൻഗാമി സച്ചരിതരായ മുൻഗാമികൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകളാണ്. ഖാലിസൻ മിൻ ഖൽബി, വെറുതെ നാവ് കൊണ്ട് മാത്രമല്ല, മറിച്ച് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നൊരു സാക്ഷ്യവചനം അത് ഖൽബിൽ ഉറപ്പിച്ചു വെച്ച ആളുകൾക്ക് മാത്രമേ നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കൂ. സഹോദരങ്ങൾ, നമുക്കറിയാം ഇന്ന് പല ആളുകളും ശഫാഅത്ത് ലഭിക്കാൻ വേണ്ടി എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും നേരിട്ട് ചോദിക്കുന്ന അവസ്ഥയാണ്. ഇങ്ങനെയാണെങ്കിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുന്നതല്ല. നമുക്കറിയാം മങ്കൂസ് മൗലിദിൽ ഒരു വരിയാണ്, ഫഹബ് ലനാ ശഫാഅതക എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് നമുക്ക് നൽകണമേ എന്ന് നബിയോട് തന്നെ നേരിട്ട് ചോദിക്കുന്ന ഒരവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി, ഹൃദയത്തിന്റെ ഇഖ്ലാസോടുകൂടി ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലാണ് അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കുക. അപ്പോൾ ഇദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, യമനിയായ ഈ സഹാബി അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി അൽ യമാനി, അങ്ങേയറ്റം ഇബാദത്തും ദീൻ പഠിക്കാൻ വേണ്ടി അങ്ങേയറ്റം ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ച ഈ സഹാബി, അദ്ദേഹം മരണപ്പെടുന്നത് തൂഫിയ അബൂ ഹുറൈറ സനത 58, അദ്ദേഹം ഹിജ്റ 58 അല്ലെങ്കിൽ ഹിജ്റ 53, 59 ഇങ്ങനെ അഭിപ്രായമുണ്ട്. അപ്പോൾ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിലാണ്. ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 3 വർഷ കാലഘട്ടം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചിട്ടുള്ളൂ. എന്നിട്ട് പോലും ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്? അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയൊക്കെ പോകുന്നുണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പറയുന്നുണ്ടോ, ഇതൊക്കെ കേട്ട് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ ആളുകൾക്ക് എത്തിച്ച ഒരവസ്ഥയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്താണ് ഈ ഹദീസിലുള്ളത്? നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട അങ്ങേയറ്റം അർത്ഥമുള്ളൊരു ഹദീസാണ്. എന്താണ് ഹദീസ്? മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. എന്താണ് അർത്ഥം? ആരാ പറയാ? 2 തവണ ആവർത്തിച്ചിട്ടുണ്ട്. ആരാ പറയാ? വലിയ ആളുകൾ ധാരാളം കേട്ട ഹദീസാണ്. എന്താണ്? അതെ, ഒരാളുടെ ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ടതാണ് എന്ത്? ഉപകാരമില്ലാത്ത കാര്യങ്ങൾ അത് ഒഴിവാക്കുക എന്നുള്ളത്. നമ്മൾ ഹദീസ് കേട്ടു പോകാൻ പാടില്ല. നമ്മൾ സാധാരണക്കാരുടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ താലിബുൽ ഇൽമാകണം. അത് വിദ്യാർത്ഥികളാണ്, ദീൻ പഠിക്കണം. ആ പഠിച്ചത് വെറുതെ കേട്ടുപോകാനല്ല, മറിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് അത് നമ്മുടെ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്നത്, ആ ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യണം? നല്ല രൂപത്തിൽ പഠിക്കാൻ സാധിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? ഓരോ കാര്യങ്ങളും അത് യഥാർത്ഥ രൂപത്തിൽ കേട്ട് പഠിച്ച് ദഅവത്ത് ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഹദീസിന്റെ അർത്ഥം മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരാളുടെ ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ടതാണ് തർക്കുഹു മാ ലാ യഅനി. ആദ്യ ഭാഗം പറയുകയാണ് ഹുസ്നുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ മേന്മ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ നമുക്ക് 3 തരമായി 3 ഭാഗമായി തിരിക്കുകയാണെങ്കിൽ ഇസ്ലാം ഏറ്റവും പൂർണ്ണമായ ഭാഗമാണ് അൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. അതിനേക്കാളും കുറച്ച് കുറവാണ് അൽ ഈമാൻ, അതിനേക്കാളും കുറച്ച് കുറവാണ് അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതായത് ഒരാളുടെ ഈമാൻ പൂർണ്ണമാണ് എന്നതിനർത്ഥമാണ് അവൻ മുഹ്സിനായി എന്നത്, പരിപൂർണമായി ഈമാനിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതുപോലെയാണ്? നമ്മൾ കേട്ടിട്ടുണ്ട് ഹദീസ് ജിബ്രീൽ. എന്താണ് ഹദീസ് ജിബ്രീൽ ഉള്ളത്? അൻ തഅബുദല്ലാഹ് കഅന്നക തറാഹ്, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. ഈ ഒരു ബോധത്തിൽ ജീവിക്കുന്ന മുഹ്സിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, ഇഹ്സാനുള്ള ആളുകൾ. ആ കൂട്ടം ആളുകളിൽ പെടാൻ എന്താണ് ചെയ്യേണ്ടത്? തർക്കുഹു മാ ലാ യഅനി, ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കണം. എന്താണ് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ? ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വഇദാ ഹസനൽ ഇസ്ലാം ഇഖ്തദാ തർക മാ ലാ യഅനി കുല്ലഹ്, ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതുണ്ട്. അത് 4 കാര്യങ്ങളാണ്.
എത്ര കാര്യങ്ങളാണ്? അത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അൽ മുഹറമാത്ത്, ഹറാമായ കാര്യങ്ങൾ. ഒന്നാമത്തേത് ഹറാമായ കാര്യങ്ങൾ. രണ്ടാമത്തേത് എന്താണ്? അൽ മുസ്തബിഹാത്ത്, സംശയമുള്ള കാര്യങ്ങൾ. അത് ഹലാലാണോ അത് ഹറാമാണോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയം. ഈ കാര്യം നാം എന്ത് ചെയ്യണം? അത് ഒഴിവാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് അൽ മക്രൂഹാത്ത്, കറാഹത്തായ വെറുക്കപ്പെട്ട കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നേ കാര്യം വെറുത്തിരുന്നു. അതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് എടുക്കാം. നാലാമത്തെ കാര്യമാണ് ഫുദൂലുൽ മുബാഹാത്ത്, മുബാഹായ കാര്യങ്ങൾ, ഹലാലായ കാര്യത്തിൽ തന്നെ അധികമാകുക. സംസാരം, ഉറക്ക്, അതുപോലുള്ള ഭക്ഷണപാനീയം, ഇതൊക്കെ അധികമാകുക, വർദ്ധിക്കുക എന്ന കാര്യങ്ങളാണ് നാം ഉപേക്ഷിക്കേണ്ടത്. ആദ്യമായി നോക്കുകയാണെങ്കിൽ ഈ 4 കാര്യത്തിൽ ഒന്നാമത്തേതാണ് അൽ മുഹറമാത്ത്, ഹറാമായ കാര്യങ്ങൾ നാം ഉപേക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യം അത് മുറുകെ പിടിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങൾ പാടെ വർജിക്കുക. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ മുഴുവനും നന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല 4 വിശേഷണങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? യഅ്മുറുഹും ബിൽ മഅറൂഫ്, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് നല്ല കാര്യങ്ങളാണ്. വയൻഹാഹും അനിൽ മുൻകർ, മോശമായ കാര്യങ്ങളാണ് വിലക്കുന്നത്. അതുപോലെ തന്നെ വയുഹില്ലഹുമുത് തയ്യിബാത്ത്, അവർക്ക് ഹലാലായ എന്താണ്? വിശിഷ്ടമായ നല്ല കാര്യങ്ങൾ മാത്രമേ ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ഹലാലാക്കി തന്നിട്ടുള്ളൂ. വയുഹർറിമു അലൈഹിമുൽ ഖബായിസ്, അവിടുന്ന് വിലക്കിയ കാര്യങ്ങൾ എന്താണ്? മോശമായ, ഖബീസാണ്, അങ്ങേറ്റം മ്ലേച്ഛമായ കാര്യങ്ങളാണ് അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ ആ ഒരു കാര്യം മോശമാണ്, അതിലേക്ക് അടുക്കാൻ പാടില്ല, എന്റെ ജീവിതത്തിൽ അതുകൊണ്ട് എനിക്കൊരു ഉപകാരവുമില്ല, ഉപദ്രവമല്ലാതെ മറ്റൊന്നുമില്ല എന്നൊരു കാര്യം മനസ്സിലാക്കിയ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹറാമായ കാര്യങ്ങൾ, ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും, ചെറുതാകട്ടെ വലുതാകട്ടെ, ഒരു കവി പാടുന്നത് പോലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നീ വെടിയുക. ഏതുപോലെ? ഒരു വഴിയിലൂടെ, മുള്ളുള്ള ഒരു വഴിയിലൂടെ നടക്കുന്നത് പോലെ ആ രൂപത്തിൽ നീ നടക്കുക. ലാ തഹ്കിറന്ന സഗീറതൻ, ചെറുതല്ലേ എന്ന് പറഞ്ഞ് ചെയ്യാൻ നിൽക്കല്ലേ. ഫഇന്നൽ ജിബാല മിനൽ ഹസ, കാരണം എന്താണ്? പർവ്വതങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? മിനൽ ഹസ, അത് ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടായിച്ചേർന്നാണ് പർവ്വതങ്ങൾ ഉണ്ടായത് എന്നൊരു കവി പാടിയതുപോലെ. അപ്പോൾ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നാം വിടിയാൻ ശ്രമിക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസറിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, അലിസ്തിഹ്യാഉ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ലജ്ജ എന്ന് പറഞ്ഞാൽ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് പാടെ വർജിക്കുക, വിട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ അൻ തഹ്ഫദ റഅസ വമാ ഹവ, തലയെ സൂക്ഷിക്കലാണ്. ആ തലയിലുള്ള അവയവങ്ങളെ, കണ്ണും കാതും അതുപോലുള്ള നാവും, ഇതൊക്കെ സൂക്ഷിക്കണം. വതഹ്ഫദൽ ബത്ന വമാ വഅ, വയറിന്റെ ഫിത്നകളും അതുപോലെ കാര്യങ്ങൾ സൂക്ഷിക്കുക. വൽതദ്കുരിൽ മൗത വൽ ബില, നാളെ പരലോകത്തെയും അതുപോലെ തന്നെ മരണത്തെയും ധാരാളമായി ഓർക്കുക. ഫമൻ ഫഅല ദാലിക ഫഖദ് ഇസ്തഹ്യാ മിനല്ലാഹി ഹഖൽ ഹയാ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ വിഷയത്തിൽ കണ്ണും കാതും നാവും ഒക്കെ സൂക്ഷിച്ച് ജീവിച്ചാൽ ഫഖദ് ഇസ്തഹ്യാ മിനല്ലാഹി ഹഖൽ ഹയാ, അല്ലാഹുവിൽ നിന്ന് നല്ല രൂപത്തിൽ അവൻ അല്ലാഹുവിനെ ലജ്ജിച്ച് ജീവിക്കുകയാണ് എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, എന്താണ്, എങ്ങനെ നാം ജീവിക്കണം എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ പറയുകയാണ്. ഇദാ തകല്ലംത്, നീ സംസാരിക്കുകയാണെങ്കിൽ ഫദ്കുർ, നീ എന്താണ് ഓർക്കേണ്ടത്? സമഅ അല്ലാഹി ലക്, അല്ലാഹു നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ കേൾവിയിൽ നിന്ന് യാതൊരു കാര്യം വിട്ടുപോകുന്നില്ല, ഈ ഒരു കാര്യം നീ ഓർത്തു വെക്കുക. വഇദാ സകത്, നീ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഫദ്കുർ നദറഹു ഇലൈക്, നീ ശ്രദ്ധിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ നോക്കുന്നുണ്ട്, നിന്നെ കാണുന്നുണ്ട്, നിന്റെ എല്ലാ കാര്യങ്ങളും. യഅലമു ഖായിനത്തൽ അഅ്യുൻ, കണ്ണിന്റെ കട്ടുനോട്ടവും, വമാ തുഖ്ഫി സുദൂർ, ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. ഈ ഒരു ബോധത്തോടു കൂടി ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ഹറാമായ കാര്യങ്ങൾ ഒന്നും തന്നെ അവന്റെ ജീവിതത്തിൽ വരുന്നതല്ല. നബി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നിരീക്ഷകനായ തയ്യാറായ മലക്കുകൾ തൊട്ടടുത്ത് ഉണ്ടായിരിക്കുകയല്ലാതെ അവൻ ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. ഉത്തരങ്ങളെ, അപ്പോൾ ഒരാളുടെ ഇസ്ലാം നന്നാകാൻ നാം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹറാം, ചെറുതും വലുതുമായ എല്ലാവിധ ഹറാമുകളും. അത് ഏത് അവയവം കൊണ്ടാകട്ടെ, കണ്ണാകട്ടെ, കാലാകട്ടെ, കാതാകട്ടെ,
എങ്ങനെയാണെങ്കിലും നാവ് കൊണ്ടുള്ള സംസാരമാകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും പാടെ വർജിക്കുക എന്നത് നമ്മുടെ ഇസ്ലാം നന്നാകാൻ ഏറ്റവും നല്ല റബ്ബു സുബ്ഹാനഹു വ തആല പുകഴ്ത്തിയ ഒരു വിഭാഗം, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നാളെ പരലോകത്ത് സ്വർഗവും അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും എന്ന് പറഞ്ഞൊരു വിഭാഗത്തിൽ പെടാൻ നമ്മെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹറാമായ കാര്യങ്ങൾ പാടെ വർജിക്കുക. അതിന് നമ്മെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് ഹറാമായ കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ നമ്മെ സഹായിക്കുന്ന വളരെയധികം സഹായിക്കുന്ന കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷകരായ മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു പറഞ്ഞതുപോലെ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മറ്റൊരു ആയത്തിലൂടെ പറയുകയാണ് അള്ളാഹു, അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും, അവരുടെ രഹസ്യ സംഭാഷണം, അവരുടെ രഹസ്യങ്ങൾ നാം അറിയുകയില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. ബല, എന്നാൽ അങ്ങനെയല്ല. വറുസുലുനാ ലദൈഹിം യക്തുബൂൻ, അതെ, അള്ളാഹുവിന്റെ റസൂലുമാർ മലക്കുകൾ നമ്മുടെ അടുക്കൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട് എന്നൊരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നാം പാടെ വർജിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരാൾക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യമാണ് അൽ മുസ്തബിഹാത്ത്, സംശയമുള്ള കാര്യങ്ങൾ. അത് ഹലാലാണോ അത് ഹറാമാണോ എന്നത് സംശയമാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, ഇന്നൽ ഹലാല ബയ്യിൻ, ഹലാൽ വ്യക്തമാണ്, വ ഇന്നൽ ഹറാമ ബയ്യിൻ, ഹറാമും അതുപോലെ വ്യക്തമാണ്, വബൈനഹുമ, അതിനിടയിൽ ഒരു കാര്യമുണ്ട്, ഉമൂറുൻ മുസ്തബിഹാത്ത്, സംശയമുള്ള കാര്യങ്ങൾ. ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്, ജനങ്ങൾ അധിക ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫമൻ ഇത്തഖ ശുബ്ഹാതി ഫഖദ് ഇസ്തബറഅ ലിദീനിഹി വഇർദിഹി, ഈ സംശയമുള്ള കാര്യത്തെ ഒരാൾ സൂക്ഷിച്ചാൽ അവനവന്റെ ദീനിനെയും അഭിമാനത്തെയും അവൻ സൂക്ഷിക്കുന്നതാണ്, സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം അത് ഹലാലാണോ അത് ഹറാമാണോ എന്ന വിഷയത്തിൽ നമുക്ക് സംശയമുണ്ടായാൽ നമ്മൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, കച്ചവടം ചെയ്യുന്ന ആളുകളാണ്, അങ്ങനെ അതുപോലെ ഭക്ഷിക്കുന്ന പല കാര്യങ്ങളും ഭക്ഷിക്കുന്ന ആളുകളാണ്, നമുക്കറിയാം. അതുപോലെ സംശയം ഉണ്ടാക്കുന്ന വല്ല കാര്യങ്ങളും ഉണ്ടായാൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ സംശയം ഒഴിവാക്കിക്കൊണ്ട് ഹലാലാണെന്ന് ഉറപ്പുള്ള കാര്യത്തിലേക്ക് നാം ചെയ്യുക. ഈ ഉദാഹരണത്തിന് ഹറാമായ ഭക്ഷണമാണോ ഹലാലായ ഭക്ഷണമാണോ എന്ന വിഷയത്തിൽ നമുക്ക് സംശയമുണ്ടായാൽ ആ കാര്യം ഒഴിവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അത്തിർമിദി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചൊരു ഹദീസിൽ പറഞ്ഞതുപോലെ, ലാ യബ്ലുഗുൽ അബ്ദു അൻ യകൂന മിനൽ മുത്തഖീൻ, ഒരടിമ തഖ്വ എന്നൊരു പദവിയിലേക്ക് എത്തുകയില്ല, മുത്തഖി ആവുകയില്ല. ഏതുവരെ? ഹത്താ യദഅ മാ ലാ ബഅസ ബിഹി ഹദറൻ മിമ്മാ ബിഹി ബഅസ്, അവൻക്ക് ഹലാലായ ഒരു കാര്യം അത് ഹറാമാകുമോ എന്നൊരു പേടിയോടുകൂടി ഒഴിവാക്കിയാൽ അതുവരെ, അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് വരെ അവൻ മുത്തഖി ആവുകയില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ദഅ മാ യരീബുക്, നിനക്ക് സംശയമുള്ള കാര്യം നീ ഒഴിവാക്കുക, എന്നിട്ട് ഇലാ മാ ലാ യരീബുക്, നിനക്ക് സംശയമില്ലാത്ത കാര്യം നീ അത് സ്വീകരിക്കുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം. സഹോദരങ്ങളെ, അതുപോലെ ഈ ഹദീസിൽ പരാമർശിക്കുന്ന ഉപകാരമില്ലാത്ത കാര്യം എന്ന് പറയുന്നതിൽ മൂന്നാമത്തെ കാര്യമാണ് അൽ മക്രൂഹാത്ത്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്ത കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാര്യം വെറുത്തിരുന്നു എന്നൊരു കാര്യം, അതും ഉപേക്ഷിക്കുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഇഹ്സാൻ എന്ന പദവി, അവന്റെ ഇസ്ലാം നന്നാവുക എന്നൊരു പദവിയിലേക്ക് എത്താൻ സഹായിക്കുന്ന കാര്യമാണ്. എന്താണ് വെറുത്ത കാര്യങ്ങൾ? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു നൗമ ഖബ്ല അൽ ഇശാ വൽ ഹദീസ ബഅദഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാക്ക് മുമ്പുള്ള ഉറക്കിനെയും അതുപോലെ തന്നെ ഇശാക്ക് ശേഷമുള്ള സംസാരത്തെയും അനാവശ്യ സംസാരത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നത് നമ്മുടെ ഇസ്ലാം നന്നാകാൻ നമ്മെ സഹായിക്കുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ അവസാനമായി നാലാമത്തെ കാര്യം, ഒരാൾക്ക് ഉപകാരമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞതുകൊണ്ടുള്ള മറ്റൊരു ഉദ്ദേശമാണ് ഫുദൂലുൽ മുബാഹാത്ത്, മുബാഹായ കാര്യങ്ങൾ, ഹലാലായ കാര്യമാണ്, അത് അനുവദനീയമാണ്, ആ കാര്യം ഉപേക്ഷിക്കുക എന്നുള്ളത്, അത് ധാരാളമായി ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന് സംസാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നതായി കാണാം, ഇന്ന മിൻ ഹുസ്നി ഇസ്ലാമിൽ മർ, ഒരാളുടെ ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ടതാണ് ഖില്ലത്തുൽ കലാമി ഫീമാ ലാ യഅനി, അവന് ഉപകാരമില്ലാത്ത കാര്യത്തിൽ അവൻ സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ വിഷയത്തിൽ സംസാരം കുറക്കുക
എന്നതെന്താണ്? അവന്റെ ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ടതാണ്. ഇപ്പൊ നമ്മുടെ നാവിന്റെ വിഷയം, നമ്മുടെ സംസാരം എന്താകണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലാ ഖൈറ ഫീ കസീറിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. അവരുടെ സംഭാഷണത്തിൽ, അവരുടെ രഹസ്യ സംസാരത്തിൽ ഒരു ഖൈറുമില്ല എന്ന് അല്ലാഹു പറയുകയാണ്. ഏത് കാര്യത്തിലല്ലാതെ? ഇല്ലാ മൻ അമറ ബിസദഖ, സദഖ ചെയ്യാൻ വേണ്ടി ഒരാൾ കൽപ്പിക്കുകയും, ഔ മഅറൂഫിൻ, നന്മ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും, അല്ലെങ്കിൽ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ നല്ല രൂപത്തിൽ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക എന്ന കൂട്ടം ആളുകൾക്ക് അവരുടെ സംസാരമല്ലാതെ നന്മയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കാണാം, അദ്ദേഹം പറയുകയാണ്, അക്സറുൻ നാസി ദുനൂബൻ അക്സറുഹും കലാമൻ ഫീമാ ലാ യഅനി. ധാരാളം പാപങ്ങളുള്ള ആളുകൾ ആരാണെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ധാരാളമായി സംസാരിക്കുക, അവന് ഉപകാരമില്ല. അങ്ങനെ കാര്യങ്ങൾ എന്തൊക്കെ കേട്ടാലും, ഏതൊക്കെ ചർച്ചാ വിഷയമുണ്ടോ അതിലൊക്കെ കയറി ഇടപെടുക, അതിലൊക്കെ കയറി അഭിപ്രായം പറയുക, ചർച്ച ചെയ്യുക. ഇതെന്താണ്? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാനിനെ പോലും ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമില്ല എന്നൊരു കാര്യം കണ്ടാൽ നാം അതിൽ നിന്ന് തിരിഞ്ഞു കളയുക. തഗാഫുൽ എന്ന് പണ്ഡിതന്മാർ പറയും, അശ്രദ്ധ കാണിക്കുക. ആ ഒരു കാര്യം കണ്ടാൽ എനിക്കത് ഉപകാരമില്ലെങ്കിൽ ഞാനത് ഒഴിവാക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് എനിക്ക് എന്റെ ഈമാൻ കൂടാനില്ല എന്നൊരു കാര്യം നാം മനസ്സിലാക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, മിൻ അലാമാതി ഇറാദില്ലാഹി അനിൽ അബ്ദ്. അല്ലാഹുവിൽ നിന്ന് അല്ലാഹു ഒരടിമയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു എന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട അടയാളമാണ് ഒരടിമ അവന് ഉപകാരമില്ലാത്ത കാര്യത്തിൽ അങ്ങേയറ്റം വ്യാപൃതമാവുകയാണ്. ഉപകാരമില്ലാത്ത സംസാരം, അങ്ങനെ വ്യാപൃതമായ അനാവശ്യ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിച്ച് കളിച്ച് ഇങ്ങനെയുള്ള ഒരാളുടെ അവസ്ഥയിൽ അവൻ പേടിക്കേണ്ടതുണ്ട്, അള്ളാഹു അവനിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞോ എന്നൊരു കാര്യം. കാരണം എന്താണ്? അദ്ദേഹം പറയുകയാണ്, മൻ തകല്ലമ ഫീമാ ലാ യഅനി ഹുരിമ സിദ്ഖ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ധാരാളമായി സംസാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹുരിമ സിദ്ഖ്, സത്യസന്ധത അത് അവനിൽ നിന്ന് ഇല്ലാതെ പോകും. കാരണം സംസാരത്തിൽ കളവ് വരും. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവന്റെ സംസാരത്തിൽ ഉണ്ടാകുന്നതാണ് സഹോദരങ്ങളെ. അപ്പോൾ നമ്മുടെ നാവ്, അതിനെ നാം സൂക്ഷിക്കാൻ ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ അള്ളാഹുവിനെ നാം ധാരാളമായി ദിക്ർ ചെയ്യുന്ന ഒരു നാവാക്കി മാറ്റുക. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒരാൾ മുഴുകിയാൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്ത് പോലും നല്ല രൂപത്തിൽ കൊടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ പോലും വരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മോശമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി ആരാണ്? അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി അൽ യമാനി. അദ്ദേഹം പറയുകയാണ്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരാളുടെ ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ടതാണ്, ഒരാളുടെ ഇസ്ലാം നന്നായിട്ടുണ്ട്, അത് നല്ലൊരു അവസ്ഥയിൽ പെട്ടിട്ടുണ്ട് എന്നതിന് അടയാളമാണ് തർക്കുഹു മാ ലാ യഅനി, അവൻ ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നത് അതിനുള്ള പ്രധാനപ്പെട്ട അടയാളമാണ്. അങ്ങനെയാണെങ്കിൽ ഇഹ്സാൻ എന്ന പദവിയിൽ എത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലില്ലദീന അഹ്സനു അൽ ഹുസ്ന, ഇഹ്സാൻ എന്ന പദവിയിൽ എത്തിയ ആളുകൾക്കുണ്ട് അൽ ഹുസ്ന, സ്വർഗ്ഗമുണ്ട്, വസിയാദ, വർധനവുമുണ്ട്. പണ്ഡിതന്മാർ പറയുന്നതായി കാണാം, സിയാദത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാളെ കണ്ടുമുട്ടാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കൂട്ടം ആളുകളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഈ കൂട്ടം ആളുകളിൽ എത്താൻ നാം ഏവരും ശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ പഠിക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനും മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഹദീസ് ഒന്നുകൂടിയും പറയാം. അനബി ഹുറൈറത റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. വളരെ ലളിതമായ 2 സെന്റൻസ് മാത്രമേ ഉള്ളൂ. ഈ ഹദീസ് എന്താണ് പറയുന്നത്? മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരാളുടെ ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ടതാണ്. സാധിക്കുന്ന ആളുകൾ ഹിഫ്ള് ചെയ്യുക. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരാളുടെ ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ടതാണ് തർക്കുഹു, അവൻ ഉപേക്ഷിക്കുക എന്നുള്ളത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു, അവൻ ഉപേക്ഷിക്കുക എന്നുള്ളത് എന്താണ്? മാ ലാ യഅനീഹി, അവന് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ അവൻ ഉപേക്ഷിക്കുക എന്നത് ഒരാളുടെ ഇസ്ലാം നന്നായി എന്നതിനെ അറിയിക്കും. ഹദീസ് ഒന്നുകൂടി പറയും. റവാഹു തിർമിദി, ഇമാം തിർമിദി റഹിമഹുല്ലാഹു ഉദ്ധരിച്ച ഹദീസാണ്. മിൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഹദീസ് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ?
ഹദീസ് മനസ്സിലായില്ലേ? തയ്യിബ്. സഹാബിയുടെ പേര് അബ്ദുറഹ്മാൻ ബിൻ സഖർ. അബ്ദുറഹ്മാൻ ബിൻ സഖർ. തയ്യിബ്. അദ്ദേഹം ഏത് നാട്ടുകാരനാണ്? അൽ യമാനി, യമൻ നാട്ടുകാരനാണ്. തയ്യിബ്. ഈ ഹദീസില് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ 4 കാര്യങ്ങളുണ്ട്. ഈ പിറകിലിരിക്കുന്ന മുതിർന്ന ആളുകൾ ആരെങ്കിലും പറയോ? ഈ ഹദീസില് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ വിദ്യാർത്ഥികളല്ലാത്ത, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലാത്ത ആളുകൾ പറയാൻ ശ്രമിക്കാം. ഹദീസില് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ് തർക്കുഹു മാ ലാ യഅനി, ഉപകാരമില്ലാത്ത കാര്യങ്ങൾ, അത് 4 കാര്യങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ 4 കാര്യങ്ങൾ ആർക്കാ പറയാൻ പറ്റാ? ഒന്നാരാ പറയാം? ഹറാമായ കാര്യം. ഹസൻ, അതെ, ഹറാമായ കാര്യങ്ങൾ മുഹറമാത്താണ്. രണ്ടാമത്തേത് മക്രൂഹാത്ത്. ഹസൻ, അതെ, വെറുക്കപ്പെട്ട കാര്യങ്ങൾ, മക്രൂഹായ കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു എന്ന കാര്യങ്ങൾ. മൂന്നാമത്തേത് അഹ്സൻ, ആരാണ് പറഞ്ഞത്? ഫുദൂലുൽ മുബാഹാത്ത്, അതെ, മുബാഹായ കാര്യങ്ങളിൽ അത് അധികരിക്കുക, സംസാരം അധികരിക്കുക, ഉറക്കധികരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നാലാമത്തേത് എന്താണ്? ഹദീസ് നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു ഹദീസിൽ വന്നത് ഇന്നൽ ഹലാല ബയ്യിൻ വ ഇന്നൽ ഹറാം ബയ്യിൻ. എന്താണ്? അഹ്സൻ, അതെ, അൽ മുസ്തബിഹാത്ത്, സംശയമുള്ള കാര്യങ്ങൾ. അതും ഈ 4 കാര്യങ്ങളാണ് ഉപേക്ഷിക്കേണ്ടത്. ഈ 4 കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് എന്താണ്? മിൻ ഹുസ്നിൽ ഇസ്ലാം, ഒരാളുടെ ഇസ്ലാം നന്നായി എന്നതിനെ അറിയിക്കുന്നതാണ്. ആരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്? ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആള് സഹാബിയല്ല. റവാഹു അഹ്സൻ അത്ത്-തിർമിദി. ജസാക്കുമുല്ലാഹു ഖൈറ വബാറക ഫീക്കും വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.